ഇന്നലെ മിനിസ്റ്ററുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പരക്കെ ഇപ്പോൾ വിമർശനത്തിന് വിധേയമായത് ഈ ആദിവാസി വനമേഖലയിലാണ് പലരും കാട്ടാനാക്രമണങ്ങൾ ചിലരെങ്കിലും നടക്കുന്നത് എന്നങ്ങ് പറഞ്ഞു. അത് പല രീതിയിൽ വനത്തിനകത്ത് അപ്പൊ അത് അനാവശ്യമായിട്ട് കോട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? അങ്ങ് ഉദ്ദേശിച്ചിട്ട് അതൊരു വസ്തുതയാണല്ലോ. ഇപ്പൊ നമ്മൾ പറയുന്നത് ഇപ്പൊ ഈ കഴിഞ്ഞ 2025 ഇത്രയല്ലേ ആയിട്ടുള്ളൂ. ഈ നടന്ന മരണങ്ങളിൽ നേർപകുതി വനത്തിനകത്താണ് സംഭവിച്ചിട്ടുള്ളത്. വനത്തിനകത്ത് ഒരു പൗരൻ പോകുന്നത് സ്ട്രെസ് പാസിംഗ് ആണ്. അല്ല, അത് എനിക്ക് മനസ്സിലായി. അങ്ങനെ വരുമ്പോൾ അത് കണക്കിലെടുക്കാതെ എല്ലാ മരണത്തിന്റെ കൂട്ട് നമ്മൾ സംരക്ഷിക്കേണ്ടത് ഏതാണ്? വന്യജീവികൾ, വന്യമൃഗങ്ങൾ വനത്തിന് പുറത്തു വന്ന് ജനവാസ മേഖലയിലെ മനുഷ്യനെ ആക്രമിക്കുകയും കൊല്ലുകയും കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നതിനെയാണോ അതിനാണല്ലേ നമ്മൾ അഡ്രസ് ചെയ്യുന്നത്? ഇന്നലെ പക്ഷേ സംഭവിച്ചത് ഇന്നലെ 2 മരണങ്ങളാണല്ലോ. 2 ദിവസങ്ങളായിട്ട് 3 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിൽ സോഫിയ കൊല്ലപ്പെടുന്നത് ഒരു അരുവിയിൽ കുളിക്കാൻ പോകുമ്പോഴാണ്, വീടിന്റെ അടുത്ത്. ഈ പ്രത്യേക കേസ് ഞാൻ വന്ന ടോട്ടൽ നമ്പറാണ്. ആ കോണ്ടെക്സ്റ്റിൽ മിനിസ്റ്റർ പക്ഷേ അത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവും. കാരണം ഇതിന്റെ യഥാർത്ഥ വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതിനേക്കാൾ ജനങ്ങളെ വികാരപരമായി ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകുന്നു എന്നൊരു സംശയം, അത്രയേ ഉള്ളൂ.